ഹലോ 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 കേക്കാമോ? കേക്കാം പറഞ്ഞോ. വിഷ്ണുവേട്ടാ, നിങ്ങൾ എന്ത് പണിയാ വിഷ്ണുവേട്ടാ കാണിച്ചത്? നിങ്ങൾ എന്തിനാ എന്റെ ബാഗിനകത്ത് ഈ ഫോൺ എടുത്തിട്ടത്? ഇത് വേറൊന്നും കൊണ്ടല്ല. നാളത്തെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ശബ്ദം കേക്കണ്ടേ? അയ്യോ, എന്റെ അച്ഛനും അമ്മ എങ്ങാനും അറിഞ്ഞോണ്ടല്ലോ. ഇപ്പൊ ഭാഗ്യത്തിന് അവർ വീട്ടിലില്ല. അതുകൊണ്ടാ നിങ്ങൾ ഇത്രയും പ്രാവശ്യം വിളിച്ചപ്പോ ഈ ഒരു തവണയെങ്കിലും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയത്. തീവ്രവാദികൾ ടൈം ബോംബ് കൊണ്ട് നടക്കും പോലെയാണ്. എപ്പ വേണമെങ്കിലും പൊട്ടും കേട്ടാ. പൊട്ടില്ല, നല്ല ഗ്യാരണ്ടി ഫോണാണത്. അതല്ല പറഞ്ഞത്, എന്റെ അച്ഛനും അമ്മ അറിഞ്ഞ എന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുമെന്ന്. പൊട്ടിക്കും. അത് മാത്രല്ല, നിങ്ങളാണ് എന്നെ ഫോൺ ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂലേ. എന്നെയല്ല, നിങ്ങളെ കൊല്ലുമെന്ന്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ വരും. അപ്പം കുളത്തിന്റെ അവിടെ വന്നോളാം. ഞാൻ ഫോൺ തിരിച്ചു വരും. എനിക്ക് പേടി. ഞാൻ വെക്കിട്ടാ? എന്താ പറ? എന്ത് 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 അയ്യ ഉമ്മ. ഞാൻ അങ്ങനല്ല. വിഷ്ണുവേട്ടാ, നിങ്ങൾ ബലൂണ് വീർപ്പിച്ച് കളിക്കാതെ. അതാ വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ പോയാ? അതെ. മോളെ പോയിച്ച് വന്നടി മക്കളെ. അച്ചമ്മ. അച്ചമ്മയാ? അല്ല, അച്ഛമ്മല്ലല്ലോ പോയി, ഞങ്ങളുടെ രണ്ടും കൂടെ അമ്പലത്തിൽ പോയി. അച്ചമ്മ, കോവിൽ എന്തുണ്ട് വിശേഷം? കോവിൽ നല്ല വിശേഷം. കൃഷ്ണേട്ടന് സുഖാണോ? കൃഷ്ണഭഗവാനല്ലേ എവിടെ ഇരിക്കണേ? അതല്ല, കൃഷ്ണേട്ടൻ കോളേജ് ബസ് അന്വേഷിച്ചു പോകുന്ന വഴി. നീ എന്താ തെലുങ്ക് കൊടുത്ത് ഡബ് ചെയ്യണോ? നീ എന്താ പറ്റിയെന്താ നിനക്ക്? ഞാൻ പഠിക്കായിരുന്നു അച്ഛാ. അപ്പൊ അതിന്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ. ഓ, പഠിച്ച് ഓവർഫ്ലോ ആവല്ലേ മോളെ. ആ പിന്നെ ഇങ്ങനെ നീ അമ്പലത്തിൽ ചെന്നപ്പോ നിന്റെ ആ കൂട്ടുകാരി ഉണ്ടല്ലോ, അവിടെ പേരാ ദീപയോ, അവള് ഒരു ഫോണും പിടിച്ച് ശ്രീകോവിലിന് വലം വെക്കുന്നു. ഈ ഫോണിൽ സംസാരം തന്നെ, ഫോൺ സംസാരം. അതെ, ഞങ്ങൾ തൊഴാൻ കയറുമ്പോഴും ഫോണ്, ഇറങ്ങിയപ്പോഴും ഫോണ്. 24 മണിക്കൂർ ആ പെണ്ണിന്റെ കയ്യിൽ ഫോണാ. അതുകൊണ്ടാണല്ലോ നമ്മുടെ മക്കൾ നമ്മൾ ഫോൺ മേടിച്ചു കൊടുക്കാതെ. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഫോൺ ഇല്ലാണ്ട് പഠിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഫോണൊന്നും ഇഷ്ടമില്ല. അല്ലെങ്കിൽ ഈ ഫോണൊക്കെ എന്തിനാ? അതന്നെ, ഒരു വീട്ടുകാരുടെ കൂട്ടം മറ്റൊരു വീട്ടിലും, മറ്റൊരു വീട്ടുകാരുടെ കൂട്ടം ഈ വീട്ടിലും. അതിനല്ലേ ഈ ഫോൺ ഉപയോഗിക്കുന്നത്. ഫോൺ ഉള്ളവര് വിളിച്ചു പറയും, നിന്റെ അമ്മ നേരിട്ട് എന്ന് പറയും. ഫോണില്ലല്ലോ. മോള് പഠിക്കല്ലേ? ചെന്നിരുന്ന് മോള് പഠിച്ചോ? പഠിച്ചു വിളിക്കാണ് കേട്ടാ. കേട്ടാ ഇല്ല. കൊച്ചുള്ളപ്പോ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇൻസൾട്ട് ചെയ്തില്ലല്ലോ. ഇൻസൾട്ട് അല്ല, ഇൻസൾട്ട് ചെയ്യരുത്. അങ്ങനെ വലിയ മാന്യനൊന്നും ആവണ്ട. നിങ്ങൾ അമ്പലത്തിൽ വെച്ചിട്ട് അനുരാധ കണ്ടിട്ട് എന്തൊരു കൊഞ്ചലും കുഴയിലായിരുന്നു. പിന്നെ അത് പഴയ ഒരു കൂടെ പഠിച്ച ഒരു പെണ്ണിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കൊഞ്ചലും കുഴയിലുമാണ്. അത് സംസാരം ഒന്നും അല്ലായിരുന്നു. പിന്നെ സംസാരം അല്ലാണ്ട് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ പരിചയക്കാരാണ് സംസാരിച്ചു. അപ്പൊ നിങ്ങൾ കല്യാണം ആലോചിച്ചൊക്കെ അത് പണ്ടത്തെ കാര്യമല്ലേടി, കല്യാണം ആലോചിച്ചാണ്. അന്നൊക്കെ ഈ ലെറ്ററിന്റെ പരിപാടിയാണ്. വീട്ടിൽ ലെറ്റർ പൊക്കി. ഫോണാണ് പ്രശ്നമില്ലായിരുന്നു. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ലൈനായി ഇപ്പൊ ഞാൻ കെട്ടിയനെ. ഓ, അപ്പൊ ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ, അപ്പൊ കെട്ടാലോ? ഇപ്പോഴായിരുന്നു കെട്ടിയ. അന്ന് ലവ് ലെറ്റർ പിടിക്കൂലോടി. അപ്പൊ നിങ്ങൾ കെട്ടും. അല്ല, ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒരു കാലം, അത് കഴിഞ്ഞു പോയില്ലേ. എന്നൊരു കാര്യം ചെയ്യ്, ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങ് കെട്ടിക്കോ കേട്ടാ. നിസ്സാര കാര്യത്തിനാണ് ചുമ്മാ വഴക്കിടുന്നത്. അച്ഛൻ എന്തിനാ ചുമ്മാ എപ്പോഴും അമ്മ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കണം? ഒന്നുമില്ലടി, അവളെ അതൊരു രസമാണ്. എന്തൊക്കെ പറഞ്ഞാലും ചിരിക്കണേലും നല്ലെന്നുണ്ടല്ലോ. അവള് ദേഷ്യപ്പെടുന്ന കാണാൻ ഒരു ഭംഗിയാണ്. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോ ഒരു രസമുണ്ടായി. ഞാനിങ്ങനെ ചന്ദനം എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ചന്ദനം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവളും ചന്ദനം എടുക്കാനായിട്ട് അങ്ങോട്ട് എടുത്തപ്പോഴേക്ക് ഞാൻ പറഞ്ഞു, എടുക്കരുത്. പേടിച്ചു. ഇപ്പൊ അവ എടുത്തില്ല. കാരണം എന്താ, ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ഈ സാധനം. പിന്നെ രണ്ടാമത് അവിടെ നിന്ന് ഇവള് എനിക്ക് തൊട്ടു തരാൻ വേണ്ടി വിരലെ തോണ്ടി ഇങ്ങനെ നേരെ തൊടരുത്. അവള് തൊട്ടില്ല സാധനം. കാരണം ഞാൻ തൊട്ടിട്ടുണ്ടല്ലോ. അവള് പേടിച്ചു പോയി. പിന്നെ മൂന്നാമത് അവിടെ നിന്ന് അമ്പലത്തിന് വലവും വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു ആവശ്യവും ഇല്ലാതെ ഒരു ചീപ്പ് ഒരു സോപ്പ് എടുത്തു അവിടെ വെക്കി. കാരണം നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടല്ലോ, പിന്നെ അത് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അതാണ് നമ്മളങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ പറയും. അച്ഛാ, പിന്നെ ആ ഫ്ലവർ വേസ് ഉണ്ടല്ലോ, അതെന്റെ റൂമിൽ കൊണ്ടുപോയി.
വേണം അമ്മ ഇവിടെ ഓരോ സാധനങ്ങൾ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ റിലേ അങ്ങ് പോകും. അപ്പൊ അത് ഇഷ്ടമല്ല. അതല്ലേ? അതാണ് പ്രശ്നം. കഴിക്കാം അച്ഛാ. എന്നാലും കഴിക്കാം. കഴിക്കാം നമുക്ക്. എടീ അവിടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. തന്നെത്താനെ വിളമ്പി അങ്ങ് കഴിച്ചാ മതി. ഓ പിണക്കം 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 പിണക്കം. അമ്പലത്തറ അവളെ കണ്ടപ്പോ എന്തൊരു കുഴച്ചിലും പോലെ ആയിരുന്നു. എനിക്കറിയാം, മുമ്പ് കല്യാണ ആലോചനയായിട്ട് ചെന്നതാണേ, നടന്നില്ലല്ലോ. ഹലോ ഹലോ, ആരുടെ ഫോണ്? ചന്ദ്രേട്ടന്റെ ഫോണല്ല. എനിക്കും മോൾക്കും ഫോണില്ല. എങ്ങനെ ഇവിടെ വന്ന്? ഓ, അമ്പലത്തറ രാധ. ആ, രാവിലെ പറഞ്ഞല്ലോ ഫോണുണ്ടെങ്കിൽ വിളിച്ചേനെ. മനസ്സിലായി. ഇന്ന് ഞാൻ അയാളെ അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവിടെ പോയി ചോദിക്കണത്? തൊണ്ടി മുതൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഇവിടെ ഇരിക്കട്ടെ. ആ, അന്വേഷിച്ചു വരുമല്ലോ, ഇരിക്കട്ടെ, ഇതാവശ്യം വരും. ചില സീരിയലില് ആർട്ടിസ്റ്റ് ഇരിക്കുന്ന പോലെ എന്തിനാ കഴിച്ചത്? കഴിച്ച 2 ദോശ കഴിച്ച്. നിനക്ക് അവിടെ വിളമ്പി വെച്ചിട്ട് എടുത്ത് കഴിക്കണം. അതല്ല, എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? പിന്നെ കല്യാണം കഴിച്ചത് കൊച്ചകത്ത് നിൽക്കണം. ഞാൻ വല്ലതും പറയും. പറയണ തന്നെ. ആ, സംസാരിക്കാനും വർത്താനം പറയാനൊക്കെ ആളുണ്ടല്ലോ. ആ, നീ ഉണ്ടല്ലോ വിനോദം. നിനക്ക് എന്താണ് പറ്റിയത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇവിടെ എന്താ നടക്കണേന്ന് മാത്രമേ അറിഞ്ഞാ മതി. നീയല്ലേ ഇപ്പൊ നടക്കണം? ഞാനാണ് ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ആണോ? കുഴപ്പമില്ല. നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞു? ഒന്നും അറിയണ്ട, എനിക്ക് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി. എന്താ നിന്റെ പ്രശ്നം? അത് പറ. ചന്ദ്രേട്ടൻ നടന്ന കാര്യം മാത്രം എന്നോട് പറഞ്ഞാ മതി. ഞാൻ നടന്ന കാര്യം നിന്നോട് പറ. ഞാൻ എന്ത് നടന്നു എന്ന് പറ. എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറ. അല്ല ചുമ്മാ വാരി വലിച്ച് വഴക്കുണ്ടാക്കാൻ വരല്ലേ. ഞാനൊരു ആണാണ്, എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട്. ഈ ഫ്ലവർ വേഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല സംഭവമാണ്. ഒരെണ്ണം കൂടെ നാളെ മേടിച്ചു വെക്കും. കുഴപ്പമില്ല, നല്ല സാധനമാണ്. ഒന്ന് പോരാ. ഒന്ന് പോരാ, 4 മേടിച്ചു വെച്ചോ. 3, 4, 5 ഒക്കെ വേണം. എന്താണ് നിനക്ക് പറ്റിയെന്ന് നീ പറ. എന്റെ പലതും പറയും. നിങ്ങൾ 3, 4 ഫ്ലവർ വേഴ്സ് അങ്ങ് നിരത്തി വൈ. എന്നിട്ട് അതിന്റെ ഉള്ളിലൊക്കെ ദാണ്ട് ഇതുപോലൊരു കുന്ത്രാണ്ട് അങ്ങ് ഒളിപ്പിച്ചു വൈ. ഫോണാ? ഓ, സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചിരുന്നു. നാളെ എന്റെ പിറന്നാളാണെന്ന് നിനക്കറിയാം. എന്താ നിന്റെ പ്രശ്നം എന്താന്ന് പറ. ഇതെങ്ങനെ ഈ ഫോൺ വന്നു എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഫോൺ എങ്ങനെ വന്നെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇത് ഇവിടെ ഇരിക്കണ ഫോൺ ആരുടെ ഫോൺ? എനിക്ക് എന്റെ ആവശ്യത്തിന് എനിക്കൊരു ഫോൺ അകത്തിരിപ്പുണ്ട്. അതിന്റെ പാസ്വേഡും എല്ലാം നിനക്കറിയാം. എപ്പോഴും നിനക്ക് തുറന്നു നോക്കാം. അതെനിക്കറിയാം. ഈ ഫോൺ എനിക്ക് അറിയില്ലല്ലോ. ഈ ഫോൺ എന്തിനാ? എനിക്ക് ആവശ്യത്തിന് ഫോൺ ഉണ്ടല്ലോ. ആവശ്യമില്ല. ഞാനിപ്പോ എവിടെയാ പോവാ? നീ ഇപ്പൊ അകത്തോട്ട് പോണ അങ്ങോട്ട് പോകും. പുറത്തേക്കാണ് പോണെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ പോണം. പിന്നല്ല ഞാൻ എന്ത് പറയാം? ഞാൻ എന്ത് പറയും? പിന്നെ നോക്കിക്കോ, ഞാൻ നിങ്ങൾക്ക് റീത്ത് വെച്ചിട്ടായിരിക്കും പോവാ. ഇതാരാന്നൊന്നും എനിക്ക് അറിയണല്ലോ. എന്തൊരു കഷ്ടമാണെന്ന്. എന്താ പ്രശ്നം? ഒന്നുമില്ലടി, ഈ ഫോണേ ഗ്യാസ്. അത് ഇവിടെ ആയതുകൊണ്ടുള്ള. അതിന് പൊതുസ്ഥലത്ത് വെച്ചാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ആഹാരം കഴിക്കുമ്പോ ശ്രദ്ധിക്കണം. ഈ ഫോൺ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ചുമ്മാ എന്റെ നേരം മെക്കിട്ട് കയറുവാന്ന്. എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലേ അച്ഛാ, എനിക്ക് തോന്നുന്നതേ അവക്ക് പ്രാന്താണ്, അല്ലാണ്ട് പിന്നെന്താ? എന്താ അവക്ക് പ്രാന്താന്ന് വെറുതെ രാവിലെ. അമ്മ പ്രാങ്ക് ചെയ്യണതാണ് അച്ഛാ. പ്രാങ്ക് ചെയ്യണത് അമ്മ എന്ന് വെച്ചാൽ നമ്മളീ പറ്റിക്കൂലേ, അങ്ങനെ നമ്മൾ ടിവിയിലൊക്കെ കാണൂലേ പറ്റിക്കണ പ്രാങ്ക് ചെയ്യണത്. അപ്പൊ അച്ഛന് പണി തരാൻ വേണ്ടി എന്നെ പറ്റിക്കാൻ വേണ്ടി. എന്റെ അഭിനയം നോക്കൂ. നീ എന്റെ അഭിനയം നോക്കി. ഞാൻ പോവാ. ആണോ? ഞാൻ പോവാന്ന്. പൊക്കോളൂ. ഇനിയെങ്കിലും തുറന്നു പറഞ്ഞോ. എന്തോ തുറന്നു പറയാ?
പറ്റിയ ഞാൻ അബദ്ധം. തുറന്നു പറയട്ടെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ അതന്നെയാ ഞാനും ചോദിച്ചത് എന്താണ്. ഈ ഇരിക്കുന്ന ഫോൺ എന്റേതാണ്. അയ്യോ പാവം. ഓഹോ. അങ്ങനെ പറ, രണ്ടാമത്തെ സത്യം തുറന്നു പറ. ഈ ഫോൺ ഞാൻ അനുരാധയെ വിളിക്കാൻ ഉപയോഗിക്കുന്നു. അമ്പലത്തിൽ വെച്ചിട്ടുണ്ട്, അമ്പലത്തറ. മതി, തൃപ്തിയായി. അത് മാത്രമല്ല, അവളുമായിട്ട് ഞാൻ ഡെയിലി വാട്സപ്പ് കോൾ ചെയ്യും, ഡെയിലി ഫോണിലും വിളിക്കും, ഞാൻ ഓ, അപ്പൊ വീഡിയോ കോളും ചെയ്യും. സൗകര്യായി. ആഹാ, വീഡിയോ കോളും ഉണ്ട്. വീഡിയോ കോളും ഉണ്ട്. ആ. പറ, പറ. ആ, എന്തിനീ സസ്പെൻസ് വെച്ചോണ്ടിരിക്കണത്? പൊട്ടിക്ക്. എന്ത് പൊട്ടിക്കാൻ? എന്റെ ഈ സസ്പെൻസ് വെച്ചോണ്ടിരിക്കാതെ പൊട്ടിക്ക്. പൊട്ടിക്കേണ്ടതേ സസ്പെൻസ് അല്ല, നിങ്ങളുടെ ഈ ഫോണാ പൊട്ടിക്കേണ്ടത്. ആ. ഇന്നത്തോടെ ഞാൻ തീർത്തരാം നിങ്ങളുടെ ഫോൺ വിളി. പ്രാങ്ക് പ്രാങ്ക് പ്രാങ്ക്. തീർത്തരാട്ടാ. ആ, എന്താണ്? ഒന്നുമില്ല. ആ, രണ്ടിലൊന്നും അറിയട്ടെ. എന്തായാലും ഞാൻ പോവും. സത്യം പറ, എവിടെ ക്യാമറ വെച്ചേക്കണ? ക്യാമറയാ? ആ, അത് വെച്ചവർക്കല്ലേ അറിയുള്ളൂ. നിങ്ങളുടെ ലീലാവിലാസങ്ങളൊക്കെ അവളെ കാണിക്കണമല്ലോ. ആ, ഞാൻ മോള് നിക്കുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ അമ്മ പറഞ്ഞോ അമ്മ. അല്ലേ? ആരാ ഫോൺ എടുത്തെറിഞ്ഞത്? ആരാണ് ഫോൺ എടുത്തെറിഞ്ഞത്? ഞാനേ അറിഞ്ഞത്. അല്ല, ഞാനാ ഫോൺ എടുത്തത്. ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥൻ. എന്താ കാര്യം? ആരാണ്? ഞാനേ അറിഞ്ഞത്. ആരാണ്? ഇവിടെ ഞാനാണെന്ന് അറിഞ്ഞ എന്താ? നീ ആരാ ഇതൊക്കെ? എന്റെ ഒരു ഫോൺ എടുത്തെറിഞ്ഞതിന് നീ ആരാ ഇത് ഇവിടെ ഒന്ന് ചോദിക്കാനായിട്ട്? ആരാണെങ്കിലും ഇതിന്റെ EMI അടയ്ക്കണം. ഇതിന്റെ EMI അടയ്ക്കണം. എന്റെ 5 പൈസ ഇല്ല. മാസം EMI അടച്ചോണം. എടാ, ഇതൊക്കെ പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന്? ഇത് എന്റെ ഫോണാണ്, മനസ്സിലായോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഹലോ, ഇത് ഞാൻ പറയണോ നീ പറയണോ? വാ, ഞാൻ നിങ്ങളുടെ മകളുടെ കാമുകനാണ്. അതായത് കോളേജിൽ പഠിക്കുന്ന ആളാണ്. ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഇന്നലെ ഒരു ഫോൺ മേടിച്ചു കൊടുത്തു. അത് ആ ഫോൺ നിങ്ങൾ ആരും എടുത്ത് പുറത്തോട്ടെറിഞ്ഞു. ഞാൻ മതിലിവിടെ നിന്നത് കൊണ്ട് ഇത് കണ്ടു, മനസ്സിലായോ? അല്ല, ഒരു കാര്യം പറയട്ടെ, ഇഷ്ടത്തിലായതുകൊണ്ട് ഞാൻ പറയുകയാണ്, 1 മാസത്തിൻ്റെ അകത്ത് ഞാൻ അവളെ കല്യാണം കഴിക്കും. ഇതിവിടെ വെച്ച് പറയുകയാണ്, 1 മാസം മതി, ഞാൻ കല്യാണം കഴിക്കും. നീ ഞങ്ങളുടെ ആദ്യം നീ കല്യാണം കഴിക്കുമല്ലേ? ഞാൻ പ്രേമിച്ച് കല്യാണം കഴിക്കും. നിന്നെ കൊല്ലട്ടെ ഞാൻ, കൊല്ലട്ടെ. അച്ഛാ 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 എൻ്റെ അടുത്ത് ക്ഷമിക്കച്ചാ. പറ്റിപ്പോയച്ചാ. എങ്ങനെയുണ്ട് അച്ഛാ? ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ പൊന്നു പോലെ നോക്കും, ഒരു കുറവ് ഉണ്ടാക്കും. അയ്യോ, എന്റെ എന്തിനാ അടിച്ചത്? ഒരു ഫോൺ മേടിച്ചിട്ട് 1 മാസത്തെ EMI അടയ്ക്കാൻ രക്ഷയില്ലാത്ത നീയാണടാ ഇവളെ പൊന്നുപോലെ നോക്കണത്. ഇറങ്ങിപ്പോടാ.